അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 1. മനുഷ്യരിൽ നിന്നോ മനുഷ്യനാലോ അല്ല, യേശുക്രിസ്തുവിനാലും അദ്ദേഹത്തെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും തന്നെ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ പിതാവും ദൈവവുമായവന്റെ ഇഷ്ടപ്രകാരം ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്നതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അവിടത്തേക്ക് എന്നേക്കും മഹത്വം. ആമേൻ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് ഇത്ര വേഗം നിങ്ങൾ വേറൊരു സുവിശേഷത്തിലേക്ക് തിരിയുന്നതിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വാസ്തവത്തിൽ സുവിശേഷമേ അല്ല. ചിലർ നിങ്ങളെ ചിന്താക്കുഴപ്പത്തിലാക്കി ക്രിസ്തുവിന്റെ സുവിശേഷം കോട്ടിക്കളയുവാൻ ശ്രമിക്കുകയത്രേ ചെയ്യുന്നത്. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതല്ലാതെ മറ്റൊരു സുവിശേഷം ഞങ്ങളോ സ്വർഗത്തിൽ നിന്നുള്ള ഒരു ദൂതനോ അറിയിച്ചാൽ അയാൾ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ സ്വീകരിച്ചതല്ലാതെ വേറൊരു സുവിശേഷം ആരെങ്കിലും നിങ്ങളോട് അറിയിച്ചാൽ അയാൾ ശപിക്കപ്പെട്ടവൻ. ഞാനിപ്പോൾ മനുഷ്യരെയോ ദൈവത്തെയോ പ്രസാദിപ്പിക്കുന്നത്? മനുഷ്യരെയാണോ ഞാൻ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്? ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ക്രിസ്തുവിന്റെ ദാസൻ ആകുകയില്ല. സഹോദരരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ല എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അത് മനുഷ്യനിൽ നിന്നല്ല പ്രാപിച്ചത്, ആരും എന്നെ പഠിപ്പിച്ചതുമല്ല. യേശുക്രിസ്തുവിൽ നിന്നുള്ള വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. യഹൂദമതത്തിലെ എന്റെ മുൻകാല ജീവിത രീതിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവസഭയെ കഠിനമായി പീഡിപ്പിക്കുകയും നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്റെ സമപ്രായക്കാരായ പലരെക്കാളും ഞാൻ യഹൂദമതത്തിൽ അധികം ശുഷ്കാന്തി കാണിച്ചിരുന്നു. എന്റെ പിതൃപാരമ്പര്യങ്ങളെക്കുറിച്ച് ഞാൻ അത്യന്തം തീക്ഷ്ണതയുള്ളവനുമായിരുന്നു. എന്നാൽ അമ്മയുടെ ഗർഭം മുതൽ എന്നെ വേർതിരിച്ച ദൈവം തന്റെ കൃപയാൽ എന്നെ വിളിച്ച് തന്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ വിജാതീയരുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അദ്ദേഹത്തെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മനുഷ്യരോട് ആലോചന ചോദിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരെ കാണാൻ യെരുശലേമിലേക്ക് പോകുകയോ ചെയ്തില്ല. ഞാൻ ഉടൻ തന്നെ അറേബ്യയിലേക്ക് പോകുകയും പിന്നെ ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. 3 വർഷത്തിന് ശേഷം പത്രോസിനെ പരിചയപ്പെടുവാൻ ഞാൻ യെരുശലേമിലേക്ക് പോയി. അദ്ദേഹത്തോടുകൂടെ 15 ദിവസം പാർത്തു. കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ മറ്റാരെയും ഞാൻ കണ്ടില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് വ്യാജമല്ല എന്നതിന് ദൈവം സാക്ഷി. പിന്നീട് ഞാൻ സിറിയയിലേക്കും കിലിക്കിയയിലേക്കും പോയി. യഹൂദിയയിലെ ക്രിസ്തു സഭകൾക്ക് ഞാൻ അപരിചിതനായിരുന്നു. മുമ്പേ നമ്മെ പീഡിപ്പിച്ചവൻ ഒരിക്കൽ താൻ നശിപ്പിക്കാൻ ശ്രമിച്ച വിശ്വാസം ഇപ്പോൾ അറിയിക്കുന്നു എന്ന് മാത്രമേ അവർ എന്നെക്കുറിച്ച് കേട്ടിരുന്നുള്ളൂ. എന്റെ നിമിത്തം അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി.